നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ അതിർത്തി രാജ്യത്ത് കനത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. സംവരണത്തിന്റെ പേരിൽ തുടങ്ങിയ ഈ പ്രശ്നം ഇന്ന് എത്തി നിൽക്കുന്നത് രക്തരൂഷിതമായ ഒരു ഭീകരവാദത്തിലേക്കാണ്. ഈ സംഭവത്തെക്കുറിച്ച് ചില നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൃത്യമായി ആസൂത്രണം ചെയ്തുള്ള കൊലയും വിദേശ ഇടപെടലുകളുമൊക്കെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൊലപ്പെടുത്തി ബംഗ്ലാദേശിനെ ഒരു ശരീഅത്ത് രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇക്കണ്ട പ്രശ്നങ്ങളെല്ലാം തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്നത്. ജനുവരിയിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇതിനുള്ള തന്ത്രങ്ങൾ ബംഗ്ലാദേശിൽ ആരംഭിക്കുന്നത്. 2007 മുതൽ ലണ്ടനിൽ താമസിക്കുന്ന BNPയുടെ ആക്ടിംഗ് ചെയർമാനും ശിക്ഷിക്കപ്പെട്ട ഭീകരനുമായ താരിഫ് റഹ്മാനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് BNPയുടെയും ജമാഅത്തിന്റെയും നിരവധി കേഡർമാർ ചോദ്യം ചെയ്യലിനിടെ നിയമനിർവഹണ ഏജൻസികളോട് പറഞ്ഞു. ബംഗ്ലാദേശിനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് ആക്കി താരിഫ് റഹ്മാനെ പ്രസിഡന്റാക്കാൻ നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസുമായി BNP കരാറിൽ ഏർപ്പെട്ടതായും വെളിപ്പെടുത്തി. അതേസമയം ബംഗ്ലാദേശിലെ ജയിലിൽ വിവിധ തീവ്രവാദ സംഘടനകൾ മാസങ്ങളോളം ഈ ഭീകര പ്രവർത്തനത്തിന് തയ്യാറെടുക്കുന്നു എന്നൊക്കെ പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ജയിലിൽ ഇത്തരം അപകടകരമായ പ്രവർത്തനങ്ങൾക്കെതിരെ എന്നിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.